അപ്പോൾ നിങ്ങളുടെ നഷ്ടമാണോ മറ്റൊരാളുടെ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലളിതമായിട്ടുള്ള ഉത്തരം അല്ല എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളൊരു സാഹചര്യം എടുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻഫോസിസിൻ്റെ ഷെയർ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഒരു 5 വർഷമായി ഈ 10 രൂപയുടെ ഇൻഫോസിസിൻ്റെ ഷെയർ 50 രൂപയായി മാറി എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച 40 രൂപ മറ്റൊരാളുടെ നഷ്ടമാണോ? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരു മറ്റൊരാളുടെ നഷ്ടമല്ലേ. കാരണം 5 വർഷം മുമ്പ് 10 രൂപയ്ക്ക് വിറ്റയാൾക്ക് അത് വിറ്റില്ലായിരുന്നുവെങ്കിൽ ഈയൊരു 40 രൂപയും കൂടി ലാഭം ലഭിക്കേണ്ടത് അല്ലേ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കലും നോഷണൽ പ്രോഫിറ്റിനെ കുറിച്ചോ ലോസിനെ കുറിച്ചോ റിയലൈസ് ചെയ്യുന്നത് വരെ കണക്കിലെടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഓഹരി വിപണിയെ സംബന്ധിച്ചാണെങ്കിൽ ഓഹരികളുടെ വില കൂടുന്നത് ആത്യന്തികമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് ആ ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബിസിനസ്സിലുള്ള മൂല്യത്തിലുള്ള ഉയർച്ച കൊണ്ടാണ്. കമ്പനി നന്നായിട്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ കമ്പനിയുടെ വില മുകളിലേക്ക് പോകും, ഇല്ലെങ്കിൽ താഴേക്ക് വരും. അപ്പോൾ കമ്പനിയുടെ പ്രകടനമാണ് നിങ്ങൾക്ക്